എല്ലാവർക്കും ആ ഫസ്റ്റ് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഞങ്ങളുടെ കുഞ്ഞായി ടൂറ് പോകണം കേട്ടോ. അപ്പോൾ അവൻ ആദ്യമായിട്ട് ടൂറ് പോകുന്നതിൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻറ്റിൽ വലിയൊരു ആകാംക്ഷയിലൊക്കെ കേട്ടോ. അപ്പോൾ ആള് റെഡിയായി വേഗം തന്നെ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതുവരെ അവൻ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ അവന്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം അല്ലേ. ഞാൻ എൻ്റെ ഒരു ടൂറിന് പോകാൻ ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് എല്ലാ വിഷയങ്ങളും പറയുന്നു ഗൈസ്. അപ്പോൾ അമ്മയും അച്ഛനും എന്നെ കൊണ്ടുവിടുന്നത് ടൂറിന് പോയ കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് പറയാം. നേരെ നോക്കിയ കീരിയും പാമ്പുമാണ്. ധാന്യം പോകാൻ ഇറങ്ങി നിന്നപ്പോഴത്തേക്കും ചേട്ടന് സങ്കടമായി. രണ്ടുപേർക്കും ഭയങ്കര സങ്കടമായി കേട്ടോ. എന്ത് സങ്കടം വരുന്നുണ്ടോ? എന്തിന് നീ ടൂർ പോകുന്നുണ്ട്? ആദ്യമായിട്ടല്ലേ അമ്മയുടെ അടുത്തുനിന്ന് മാറി പോയാല് അതുപോലെ അതുകൊണ്ട് ഒന്നുമില്ലേ. 8 മണിയാകുമ്പോൾ സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്ന് നമ്മൾ യാത്ര ബൈക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ബൈക്കിൽ നിന്നിട്ട് വീഡിയോ പിടിക്കാനൊക്കെ വളരെ പേടിയാണ്. എന്നാലും ഞാനൊരു കയ്യിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ശീലമില്ലാത്തതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. പിന്നെ കുഞ്ഞായി എന്താ പറയുക, ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് കൊണ്ടു കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഇത്തവണ പോകണ്ടെന്നൊക്കെ കുറേ പറഞ്ഞു നോക്കി. പക്ഷേ അവനെന്തോ പോകണമെന്ന് പറഞ്ഞ് നല്ല വാശിയാണ് കേട്ടോ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, കൂട്ടുകാരോടില്ലേ, അവൻ്റെ സന്തോഷമല്ലേ എഴുതിയിട്ട് ഞങ്ങൾ വിടുവാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ സ്കൂളിലെത്തി. ബസ്സൊക്കെ വന്ന് റെഡിയായി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. വന്ന പാടെ തന്നെ ബസ്സിലെടുത്തതിന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല 2 അടിപൊളി ബസ്സുണ്ട്. ബസ് കണ്ടപ്പോൾ തന്നെ കുഞ്ഞായിക്ക് വളരെ സന്തോഷമായി കേട്ടോ. അപ്പോൾ അവനിതൊരു അങ്ങനെ ബസ്സിലധികം യാത്ര ചെയ്യാത്തതുകൊണ്ട് തന്നെ അവന് ബസ് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എപ്പോഴും അമ്മ നമുക്ക് ബസ്സിൽ പോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ബസ് കണ്ടപ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷമായി. 2 ബസ്സാണ് കേട്ടോ നമ്മുടെ സ്കൂളിൽ നിന്ന് പോകുന്നത്. ബസ് നമ്പർ 1, 2, 1ലാണ് കുഞ്ഞായി പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ നിമിഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ആ കുട്ടിക്കാലത്തേക്കൊക്കെ ഓടിയൊന്ന് പോരും കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ടൂർ പോകാമെന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ പോയ അനുഭവമൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഒന്ന് മിന്നി മാഞ്ഞു കേട്ടോ. അങ്ങനെ എപ്പോഴും ഒന്നും പോയിട്ടില്ല കേട്ടോ. വല്ലപ്പോഴും എന്താ പറയുക, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെയാണ് നമ്മളൊരു ടൂറൊക്കെ പോയിട്ടുള്ളത്. പക്ഷേ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ പിള്ളേരെല്ലാവരും വന്ന് എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റോടെ ബസ്സൊക്കെ വന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഒത്തിരി എന്താ പറയുക സന്തോഷം തോന്നി. അപ്പോൾ അപ്പുറത്തെ ടീച്ചർമാർ പേരൊക്കെ വിളിച്ച് ലൈൻ നിർത്താൻ. പിന്നെ നമ്മൾ ആ സൈഡിലേക്ക് പോകണം കേട്ടോ. Hamda Fatima. Ada dulu, apa ada? ടീച്ചർ ഒത്തിരി ബാക്കിലേക്ക് ഇരിക്കുന്നതാണ്. ശബ്ദം ഞാൻ ഗുളിക കൊടുത്തിട്ടുണ്ട്. ഛർദ്ദിക്കും പറയണോ അമ്മ? അവിടെ ഇരിക്കുകയാണോ? അവർ കുഴപ്പമില്ല, ഒത്തിരി ബാക്കിലേക്ക് എടുത്താൽ മതി. നിങ്ങളുടെ കാര്യം ഇരിക്കണോ? അവിടെ ഇരുന്നു. ഹായ് പറഞ്ഞേ കുഞ്ഞായി. ഇവന്റെ പേരെന്താ? ഇവനാണ് നിന്നെ കാണാതെ കരഞ്ഞേ. കൂട്ടുകൂടി പൊക്കോണം കേട്ടോ. ആദ്യം നോക്കിക്കോളൂല്ലേ, നോക്കണം കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. ഇരുന്നോ സീറ്റിലിരുന്നോ.
അമ്മ ഇറങ്ങിക്കോട്ടെ, അമ്മ ഇറങ്ങട്ടെ. ഫ്രൂട്ടി വല്ലതും വാങ്ങണോ? വേറെ ഫ്രൂട്ടി വല്ലതും വാങ്ങണോ? വേണ്ടല്ലോ. തല ഇച്ചിരി നിങ്ങൾ തള്ളി വെക്ക്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ പിള്ളേരും എത്തി. ബസ് എടുക്കാനായിട്ട് ഡ്രൈവേഴ്സൊക്കെ കയറി കിട്ടും. ബസ് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, വല്ലാത്തൊരു വിഷമം തോന്നിട്ടോ. അവന് മോനെ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടാണ് എന്താണാവോ വല്ലാത്തൊരു വിഷമം തോന്നി. പക്ഷേ അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷവും തോന്നുന്നുണ്ട്. അപ്പോൾ അവർ പുറപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ബസ്സിൽ പാട്ടൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ എല്ലാവരും എന്താ തിമിർത്ത് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ട് ബസ് കുലുങ്ങുന്നത് നമുക്ക് കാണാം കേട്ടോ. അത്ര നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇവിടുന്ന് പോകുന്നത്. Back in the game, get your buddies ready with your names. I like to see that you can let the pain. Don't need to get the change. With the head, you start pushing, but let it go. The human damage up on the aim. I'm on the body, put on the tab, on the right, I'm on the bottom body, not on the tragal. അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ആണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ നമ്മുടെ വീഡിയോയിൽ ലെങ്ത് ഒരുപാട് കൂടിപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. വിടാതിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയായിരുന്നു. അപ്പോൾ അവന് നന്നായിട്ട് ഇതിനെ എൻജോയ് ചെയ്തു കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കൊരു സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷത്തിനാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിരുന്ന സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ 5 മണി ആവാനായപ്പോഴത്തേക്കും ബസ്സൊക്കെ വന്നു കേട്ടോ. ഫസ്റ്റ് ബസ് വന്നു, പിന്നാലെ അടുത്ത ബസ്സും ഉണ്ട്. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞാടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഹാപ്പിയൊക്കെ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ ഞങ്ങളും. അപ്പോൾ നമ്മുടെ കുഞ്ഞെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല ടയർഡാണ് കേട്ടോ. ആൾ നന്നായിട്ട് തന്നെ റൈഡ്സൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് അടിപൊളിയായിരുന്നു ടൂറൊക്കെ. ആദ്യമായിട്ട് തന്നെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടണും കൂടി നോക്കുകയാണെങ്കിൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ആവും. അപ്പോൾ അടുത്ത നല്ലൊരു സൂപ്പർ കിട്ടുന്ന വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.